സംയുക്ത റേഷൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് തിങ്കളാഴ്ച മുതൽ റേഷൻ കടകൾ അടച്ചിട്ട് അനിശ്ചിതകാല സമരം ആരംഭിക്കും. സമരത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച കോതമംഗലം താലൂക്കിലെ റേഷൻ കടകൾ അടച്ചിട്ടുകൊണ്ട് വ്യാപാരികൾ പ്രകടനവും ധർണയും നടത്തും. അനിശ്ചിതകാല കടയടപ്പ് സമരത്തിന്റെ ഭാഗമായി കോതമംഗലം താലൂക്കിലെ റേഷൻ കടകൾ പൂർണ്ണമായും അടച്ചിട്ടുകൊണ്ട് വ്യാപാരികൾ തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് മുനിസിപ്പൽ ഓഫീസിന് സമീപത്തു നിന്നും പ്രകടനം ആരംഭിച്ച് താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ ധർണ നടത്തും. ധർണ സമരം സംയുക്ത സമരസമിതി ജില്ലാ ചെയർമാൻ വി ബേബി ഉദ്ഘാടനം ചെയ്യും. സാധനങ്ങൾ ഗോഡൌണിൽ നിന്ന് റേഷൻ കടകളിൽ എത്തിക്കുന്ന വാതിൽപ്പടി വിതരണക്കാരുടെ സമരത്തിന് പിന്നാലെ 27 മുതൽ റേഷൻ വ്യാപാരികളുടെ അനിശ്ചിതകാല സമരം ആരംഭിക്കുന്നതോടെ ജില്ലയിലെ റേഷൻ വിതരണം പ്രതിസന്ധിയിലാകും. ജില്ലയിലെ 6.23 ലക്ഷം കാർഡുടമകളിൽ 3.39 ലക്ഷം പേർ മാത്രമാണ് ജനുവരിയിലെ റേഷൻ സാധനങ്ങൾ വാങ്ങിയത്. 27-നാണ് സമരം തുടങ്ങുന്നതെങ്കിലും നാളെ അവധിയായതിനാൽ റേഷൻ കടകൾ ഇന്നടച്ചാൽ വ്യാപാരികളുടെ സമരം അവസാനിച്ച ശേഷമാകും തുറക്കുക. ജനുവരി 1-ന് ആരംഭിച്ച വാതിൽപ്പടി വിതരണക്കാരുടെ സമരം മൂലം റേഷൻ കടകളിൽ ഭക്ഷ്യധാന്യക്ഷാമം രൂക്ഷമാണ്. ഇതും ഈ മാസത്തെ റേഷൻ വിതരണം കുറയാനുള്ള കാരണമാണ്. പലരും റേഷൻ കടകളിലെത്തി സാധനം കിട്ടാതെ മടങ്ങുന്ന സ്ഥിതിയുമുണ്ടായി. ഗോഡൌണുകളിൽ നിന്ന് റേഷൻ കടകളിലേക്ക് കൂടുതൽ സ്റ്റോക്ക് എത്തുന്നത് മാസത്തിന്റെ ആദ്യ ദിവസങ്ങളിലാണ്. ഈ സമയത്താണ് വാതിൽപ്പടി വിതരണക്കാർ സമരം ആരംഭിച്ചത്. റേഷൻ വിതരണം കൂടുതലായി നടക്കുന്ന മാസത്തിന്റെ അവസാന ദിവസങ്ങളിൽ വ്യാപാരികൾ പണിമുടക്കും പ്രഖ്യാപിച്ചു. രണ്ടും പ്രതികൂലമായി ബാധിക്കുന്നത് ജില്ലയിലെ റേഷൻ ഉപഭോക്താക്കളെയാണ്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.